ഇപ്പൊ ലാസ്റ്റ് ഒരു വീഡിയോ എനിക്കെതിരെ അർജുൻ ഇറക്കി, അതായത് ഗീവ് അവേ ഒരു റോസ്റ്റിംഗ് വീഡിയോ. ഓർമ്മിക്കാൻ ഒരു കാരണവശാലും ആഗ്രഹിക്കാത്ത ആ ദിവസം. അത് സത്യം പറഞ്ഞാൽ അർജുൻ അത് നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഞാൻ അർജുനെ ഒരിക്കലും കുറ്റം പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. നൈസായിട്ടാണ് ട്രോൾ ചെയ്തേക്കുന്നത്. അവന് എത്രയോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ അകത്ത് വിളിക്കാതെ ഇച്ചിരി ഓവറായിട്ടാണ് ചെയ്തത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ആ ഒരു രീതിയിൽ അത് കണ്ടിട്ടുള്ളൂ. ഞാൻ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏട്ടാ. ഏട്ടന്റെ എത്ര ആകുമ്പോ ഞാൻ ഓസ്കാർ വാങ്ങിക്കും, ഓസ്കാർ. പക്ഷേ ഞാൻ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത് അർജുൻ്റെ അല്ല. ഈ അർജുൻ്റെ വീഡിയോ വേറെ പലരും വേറെ പല പേജിലും ഭയങ്കര മോശമായ ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാളറിയട്ടെ അവൻ മഹാ തെമ്മാടിയാണെന്ന്. എന്താ വാസു അറിയട്ടെ? വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഏണിയും തോട്ടി എല്ലാം വലിച്ച് തലയിൽ ഇട്ട് കൊടുക്കുന്ന ഒരാളാണ് ഈ ഇരിക്കുന്നത്. അർജു, എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് അയാളെ ട്രോളാന്? എന്ത് യോഗ്യത? എനിക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്നാണ് പുള്ളി ആദ്യം ചോദിക്കുന്നത്. കഴിവ് അതങ്ങനെ കഴിവുള്ള പലരുടെയും കഴിവുകൾ മറ്റുള്ളവർ കാണുന്നില്ലല്ലോ. എടാ, ഈ ട്രോളും റോസ്റ്റിംഗ് ഒക്കെ നല്ല രസമാണ്. നീ ട്രോളാന് എന്തേലും കാരണം വേണ്ട. ഇതാണ് സാർ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. ഇവിടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, പ്രസിഡന്റ്, കണ്ണി കണ്ട എല്ലാരും ട്രോളുന്നു, പ്രത്യേകിച്ച് മലയാളികൾ. നമുക്ക് ട്രോളാനൊന്നും ആരുടെയും മറ്റേ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഇതൊന്നും വേണ്ട. അതേടാ, ഞാൻ കോമാളിയാ, സർക്കസിലെ കോമാളി. നീയല്ലേ ഇപ്പൊ എന്റെ റിംഗ് മാസ്റ്റർ. നീ ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചാടും. അയാൾ കുറച്ച് ഗിവകൾ ചെയ്യുന്നുണ്ട്. ഒരു 10,000 പേര് കമന്റ് ഇട്ട ഒരാൾക്ക് അയാൾ കൊടുക്കുന്നുണ്ട്. തനിക്ക് എന്താ വയ്യേ? ഇയാൾ എന്തിനാണോ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഞാൻ എന്തേലും പറഞ്ഞോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. 10,000 പേര് കമന്റ് ഇട്ട് ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെന്ന്. എന്താ തനിക്ക്? താൻ എന്താ ഊക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ശബ്ദം അടുത്തിറങ്ങിയ ജന്മാണ്. ഇതുള്ളത് കൊണ്ട് ഞങ്ങളെ പോലുള്ള ആൾക്കാർ കഞ്ഞു കുടിച്ചു പോകുന്നു. അയാൾ ആദ്യം കൊടുത്തത് അയാളുടെ വണ്ടിയാടാ ചെറ്റേ. ഞാൻ ചെറ്റയിൽ ചെറ്റേ തന്നെ പറയണോ നിന്നെ? നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. നീ ചെറ്റയാടാ, വെരട്ടിപ്പറ ചെറ്റയാടാ. ഇത് തന്തല്ലായ്മയാണ്. ഇത് തന്തയില്ലായ്മ. അതേടാ, നീ മാസ്റ്ററാടാ പട്ടി. ഇത് തന്തല്ലായ്മയാണ്. ഇത് ഫാമിലി ഓഡിയൻസ് ഫ്രണ്ട്ലി ചാനൽ ആയതുകൊണ്ട്, ഫാമിലി ഫ്രണ്ട്ലി ചാനൽ ആയതുകൊണ്ട് അയാൾ പറയുന്ന ഉത്തരം ഞാൻ പറയുന്നില്ല. നീ എന്നെ വിരട്ടാണോ? അതെ, വിരളുമെന്ന് ബോധ്യമുള്ളവരെ വിരട്ടുന്നത് എന്റെ ഒരു ഹോബിയാണ്. എന്തായിക്കോട്ടെ, ചെയ്ത് തെറ്റാണ്, ഓക്കെ ഫൈൻ. ഈ വേദന തെറ്റാമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ട്രോളായിട്ട് എടുക്കാണ്ട് ഇതുപോലെ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യമില്ല. ഇവിടെ പ്രധാനമന്ത്രി ട്രോളുന്നു, പിന്നെയാണ് പറയാറുന്നത്. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ അകത്ത് പോയി കിടക്കാൻ പോണു. നിന്റെ സ്വന്തം നിന്റെ വീടിന്റെ അയൽവാസിനെ നീ സഹായിച്ചിട്ടുണ്ട്? ഓക്കെ, ഞാൻ എന്റെ അയൽവാസിനെ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം ചേട്ടൻ അറിയേണ്ടത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമല്ലോ, ഞാനൊരു പരോപകാരിയാ. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. അത് മുന്നോട്ട് വെച്ച കാല, അത് പിന്നോട്ട് വെക്കാത്ത മുതലാ. എന്തോന്നറിയ ഇയാള് മുന്നോട്ടും വെച്ച കാലിന്റെ കണക്കൊക്കെ പറഞ്ഞോണ്ടിരിക്കും. സ്നേഹം തിരിച്ചു നൽകാൻ കഴിയുന്ന ഒരു പച്ചയ മനുഷ്യനാണ്, അല്ലാതെ നിന്റെ കൊണയടി അല്ലടാ അത്. ഇതൊരു എഴുതി കൊടുത്ത് പറഞ്ഞാണോ ഇത്? അതൊക്കെ മതി, 2 ദിവസം പഠിപ്പിച്ചതിന്റെ പകുതി പറഞ്ഞില്ലേ തള്ള. അല്ലാതെ നിന്റെ കൊണയടി അല്ലടാ അത്. ക്ഷീണിച്ച്. സോ ഗൈസ്, വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്.